മണിപ്പൂരിലെ വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ പിടിയിലായി. ശാന്തിപൂർ, ഇഷോക് മേഖലകളിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. ആക്രമണത്തിന് ഉപയോഗിച്ചതായി സംശയിക്കുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. വിനിത വിജയ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനിത, ഗുഡ് മോർണിംഗ്. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. കഴിഞ്ഞ ദിവസമാണ് ഈ അസം റൈഫിൾസിന്റെ സൈനിക വാഹനത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടാവുന്നത്. വിഷ്ണുപൂരിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഈ വെടിവെപ്പ് ഉണ്ടാവുകയും ഇപ്പോൾ അതിൽ 5 ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ഒപ്പം തന്നെ 2 പേർ വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി തന്നെ മണിപ്പൂർ പോലീസ് നടത്തിയിരുന്നു. അതിലിപ്പോൾ ഏറ്റവും പുതുതായി ലഭിച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ മണിപ്പൂരിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ശാന്തിപൂർ ഒപ്പം തന്നെ ഇഷോക്ക് മേഖലകളിലായി നടത്തിയ പരിശോധനയിലാണ് ഈ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഒരു മാരുതി വാനും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വെള്ള നീല നിറങ്ങളിലുള്ള വാനാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ വാൻ സംബന്ധിച്ച ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ അതിന് ഒന്നിലധികം ഉടമസ്ഥർ ഈ വാഹനത്തിനുള്ളതായി കണ്ടെത്തിയെന്നും മണിപ്പൂർ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തവരെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. മുംതയാങ്ബിയിൽ നിന്നാണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്ന ഈ വാൻ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവരെ വളരെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു സംഘമായി എത്തി ആക്രമണം നടത്തിയെന്നാണ് പ്രാഥമിക വിവരം. താങ്ക് യു വിനീത വിജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.